ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്ക ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ വൈകിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ പറ്റില്ല ഈ ചക്ക പൊളിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ വേദന ഉള്ള കാരണം വലത്തെ കൈ ഭയങ്കര വേദന ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് മഴ കൊണ്ടാണ് കേട്ടോ വെട്ടണത്. അപ്പം ഞാൻ അമ്മ വന്നപ്പോൾ അമ്മയോട് ഇങ്ങനെ ഒരു വർത്താനമൊക്കെ പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അന്ന് ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ അവിടെ ഒരു പാമ്പിനെ കണ്ടായിരുന്നു കേട്ടോ, ചേരപ്പാമ്പ്. പാമ്പ് ഇര പിടിക്കാൻ വന്നതാണ്, തവളേനെ കണ്ടാൽ തോന്നിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചക്കൊക്കെ ഒരുവിധം മൂപ്പായിൻ്റെ. അപ്പോൾ ഒരെണ്ണോട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കാറ്റത്ത് വീണതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതും പോരാണ്ട് വേറെ വീണുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം കാലത്ത് തന്നെ. അപ്പോൾ ഇത് വറക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒന്ന് ഉപ്പേരിക്കും പിന്നെ ഒന്ന് മൂപ്പാവണുള്ളൂ. ചക്കക്കുരൊക്കെ ചെള്ളാട്ടോ അതിൻ്റെ. അപ്പം ഞങ്ങൾ അതാ ഇപ്പം ഇത് മാറ്റി വെച്ചിട്ട് മറ്റേത് എടുത്തിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചു. അപ്പം നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് പുളിപ്പ് കയറും. അപ്പം ഇപ്പം തന്നെ വേഗം നന്നാക്കിയിട്ട് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ അത് വെട്ടിയിട്ട് തരണ്ടേ. അപ്പം ഞാൻ വേഗം ചുളയൊക്കെ പറിച്ച് അരിയാനുള്ള സെറ്റപ്പിലാട്ടോ. അപ്പം ഇത് നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൂത്താൾ ട്യൂഷന് പോയിക്കായിരുന്നു. ചെറിയ അവിടെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ ചക്കയൊക്കെ തിന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് കൂടും, ചക്കയ്ക്ക് ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു നന്നാക്കി വെച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ, ബാക്കി ഉപ്പേരി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. വർത്താനൊക്കെ പറഞ്ഞ് ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല നേരം വൈകിട്ടാട്ടോ അമ്മ വന്നത്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ പൊളിച്ചിട്ടിട്ട് വേഗം അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ചക്ക വറുക്കാനൊന്നും തികയുന്നില്ല, അത് കാരണമായിട്ട് ഉപ്പേരി വെക്കണം തന്നെ. അപ്പോൾ ചക്ക വറുക്കലുണ്ട്. ഇവിടെയുള്ള നമ്മുടെ പ്ലാവിലാണെങ്കിൽ നല്ലോണം ചക്ക ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വാടകയ്ക്കില്ല താമസിക്കുന്നത്. അപ്പം ഉടമസ്ഥനോട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടാം. പിന്നെ ഇടിയും ചക്കറ്റൊക്കെ പരിവാവണുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് വീണ് കിട്ടിയ കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയും, ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ടാണ് ഒന്നുകൂടി മൂത്ത ചക്ക കിട്ടാറ്. അപ്പോഴായിട്ട് ചക്ക വറുക്കണ പരിപാടികളൊക്കെ ഉണ്ടാവാറ് സാധാരണ. പിന്നെ എന്താ, നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടി തുടങ്ങിയില്ല എല്ലാവർക്കും? ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടാ, ഓരോന്നോരോന്ന് കിട്ടി തുടങ്ങിയിട്ട്. ഇപ്പോൾ ചക്ക സീസണായി തുടങ്ങിയില്ലേ. ഇനി ചക്കപ്പുഴുക്ക്, ചക്കക്കുരു ഉപ്പേരി, ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ, ചെമ്മീൻ, എന്തൊക്കെ വെറൈറ്റികൾ വേണം എല്ലാം ഉണ്ടാവും ചക്ക ഉണ്ട്. പിന്നെ എന്താ, ഇത് തിന്നു കഴിഞ്ഞാൽ ചൂടെടുത്ത് സഹിക്കാൻ പറ്റില്ല ഇരിക്കാനായിട്ട്. ഭയങ്കര ചൂടാണ് ചക്ക തിന്നു കഴിഞ്ഞാൽ. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കെങ്കിലും. അങ്ങനെയൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, ചക്ക തിന്നു കഴിഞ്ഞാൽ ചൂട് കൂടുതലാണെന്നൊക്കെ. അപ്പോൾ ഇത് വേഗം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു വേഗം ആവട്ടെ, എനിക്ക് വീട്ടിൽ പോകാനുള്ളതാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വേഗം ചക്ക അരിയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ചക്കയൊക്കെ അടുപ്പത്ത് കുക്കറിലാട്ടോ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ പിടിച്ചിട്ടാ, കണ്ടതിന് ചീത്ത പറയാം. അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, സെറ്റായി കിട്ടിയിട്ടുണ്ട്. വെന്ത് ചക്കക്കുരു ഇട്ടില്ല കേട്ടോ അതിൽ. അപ്പോൾ ഇനി നമുക്കിതിന് ഉള്ളിമുളക് കാച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ വേഗം വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതച്ച് വെളിച്ചെണ്ണയിട്ട് മൂപ്പിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ കുത്തുമുളകാണ് ഇട്ടിട്ടുണ്ട്. കുത്തുമുളകാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇനി കുത്തുമുളക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പേരി സെറ്റായിട്ട് കേട്ടോ. പിന്നെ നമുക്കിനി അത് കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുത്തുമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചക്കപ്പേരി റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അടിപൊളി ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടൻ ചായയും അല്ലെങ്കിൽ കുറച്ച് മീൻകറി കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.